നമസ്കാരം. വൺ ഇന്ത്യയുടെ ഇന്നത്തെ ദിവസഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മീനം രാശിയുടെ ഇന്നത്തെ ഫലം നോക്കാം. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകുമെങ്കിലും അധിക ചെലവുകൾ വർദ്ധിക്കും. സംസാര മുഖേന ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. സഹോദര സ്ഥാനീയർക്ക് ശാരീരിക അസുഖങ്ങൾ അനുഭവപ്പെടും. മേടം. പിതാവിന് ശാരീരിക അസുഖങ്ങളുണ്ടാകും. വിശേഷ വസ്ത്രാഭരണാദികൾ ലഭിക്കും. കേസുകളിൽ വിജയിക്കും. സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടവം. അമ്മയുടെ ശാരീരിക അസുഖങ്ങൾ മൂർച്ഛിക്കും. സന്താനങ്ങൾ മുഖേന മനസമാധാനക്കുറവ് അനുഭവപ്പെടും. കുടുംബപരമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ ബന്ധുക്കൾ മുഖേന വഷളാകും. ആരോഗ്യപരമായി അത്ര നല്ല കാലമല്ല. ഗ്രഹസംബന്ധമായ അസ്വസ്ഥതകൾ മാറിക്കിട്ടും. ദൂരയാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. മിഥുനം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും. വിലപ്പെട്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപകീർത്തി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസത അനുഭവപ്പെടും. കർക്കിടകം. തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കാൻ തടസ്സം നേരിടും. സങ്കീർണമായ പ്രശ്നങ്ങൾ മുഖേന ഉറക്കമില്ലായ്മ അനുഭവപ്പെടും. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ശത്രുക്കളുടെ ഉപദ്രവമുണ്ടാകും. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. നിലവിലുള്ള കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധ വേണം. ചിങ്ങം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കാണുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സന്താനങ്ങളാൽ മനസ്സന്തോഷം ലഭിക്കും. കന്നി. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായി മേലധികാരിയിൽ നിന്നും ചില വിഷമതകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസത പ്രകടമാക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സം നേരിടും. അവിവാഹിതരുടെ വിവാഹകാര്യങ്ങളിൽ അനുകൂല തീരുമാനത്തിന് സാധ്യതയുണ്ട്. തുലാം. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും. കുടുംബ ബിസിനസ്സിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാൻ അനുകൂല സമയമാണ്. ആത്മവിശ്വാസക്കുറവ് മുഖേന അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും. വൃശ്ചികം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായി ധാരാളം മത്സരങ്ങൾ നേരിടേണ്ടി വരും. ശത്രുക്കൾ വർദ്ധിക്കും. വാദസംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കും. നൂതന ഗ്രഹലാഭത്തിനും സാധ്യത കാണുന്നുണ്ട്. മുൻകോപം മുഖേന പലരുടെയും വെറുപ്പ് സമ്പാദിക്കും. ധനു. സന്താനങ്ങളാൽ കീർത്തി വർദ്ധിക്കും. വ്രതാനുഷ്ഠാനങ്ങളിൽ താൽപര്യം കൂടും. ദിനചര്യയിൽ പല മാറ്റവും ഉണ്ടാകും. ഗൃഹനിർമ്മാണത്തിന് പണം ചെലവഴിക്കും. ഭാര്യ സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. മകരം. മുൻകോപം നിയന്ത്രിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കണം. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം ഭംഗിയായി നടക്കും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വർദ്ധിക്കും. വാഹന സംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും. അധിക ചെലവുകൾ നിയന്ത്രിക്കാൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രതിയോഗികൾ വർദ്ധിക്കും. അവസാനമായി കുംഭം രാശിയുടെ ഫലം നോക്കാം. അപവാദാരോപണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. വിലപിടിപ്പുള്ള ഗ്രഹോപകരണങ്ങൾക്കായി പണം ചെലവഴിക്കും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരോടും നയപരമായി പെരുമാറണം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ ദിവസഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളത്തെ ദിവസഫലവുമായി കാണാം. വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭദിനം. നമസ്കാരം.